എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി ഇയ്യോബിൻ്റെ പുസ്തകം 37 അധ്യായം 23 വാക്യം. ഇയ്യോബ് 37:23. സർവശക്തനെയോ നാം കണ്ടെത്തുകയില്ല. അവൻ ശക്തിയിൽ അത്യുന്നതനാകുന്നു. അവൻ ന്യായത്തിനും പൂർണ്ണ നീതിക്കും ഭംഗം വരുത്തുന്നില്ല. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ ദിവസത്തിൻ്റെ പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. വിശേഷതയേറിയ ദൈവം എന്നതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിൻ്റെ ചിന്താവിഷയം. ദ എക്സലൻസി ഓഫ് അവർ ഗോഡ്. ഓരോ മനുഷ്യർക്കും ഓരോ ദൗത്യം ദൈവം ഭൂമിയിൽ നൽകുന്നുണ്ട്. ഭൂമിയിൽ വെളിച്ചങ്ങളായി ശോഭിപ്പാനും ഉപ്പിൻ്റെ രുചി പകരാനും ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അതിൽ കുറഞ്ഞ ഒരു ലക്ഷ്യവും ഒരു വിളിയും ഒന്നുമില്ല. പക്ഷേ ആ ലക്ഷ്യം നമ്മൾ പൂർത്തീകരിക്കണമെങ്കിൽ ഒരു നിശ്ചയം പ്രാപിച്ചിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവമുഖത്തു നിന്ന് തന്നെ ആലോചനയും പരിജ്ഞാനവും അടങ്ങിയ സാര സംഗതികൾ എന്തെന്ന് ഗ്രഹിക്കണം. ശ്രേഷ്ഠമായതിനെ ഉൾക്കൊള്ളുവാൻ ശ്രേഷ്ഠമായ വിളിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ശക്തിയിൽ വിശേഷതയുള്ള ദൈവത്തെയാണ് ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗത്ത് കാണുന്നത്. അവൻ ശക്തിയിൽ അത്യുന്നതനാകുന്നു. അവൻ ന്യായത്തിനും പൂർണ്ണ നീതിക്കും ഭംഗം വരുത്തുന്നില്ല. ശക്തിയിൽ ഉന്നതനായ ദൈവം. തന്നോട് എതിർത്ത് നിൽക്കാകുന്നവൻ ആരാണ്? ചെങ്കടൽ വിഭാഗിച്ചവൻ, തൻ്റെ ജനത്തെ മരുഭൂമിയിൽ പോഷിപ്പിച്ചവൻ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന ദൈവം. ആർക്കും താരതമ്യപ്പെടുത്താൻ കഴിയാത്തവനാണ് നമ്മുടെ ദൈവം. ഞാൻ പ്രവർത്തിക്കും, ആർ അത് തടുക്കും എന്ന് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43 അധ്യായത്തിൽ ഒരു ചോദ്യമുണ്ട്. ആകാശത്തെ വിരിച്ച് ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ താനല്ലയോ? സമുദ്രത്തിലെ വെള്ളത്തെ വറ്റിക്കുന്നവൻ, ആഴിക്ക് അതിരിട്ടവൻ, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ, കാറ്റിനെ ഭണ്ഡാരഗ്രഹങ്ങളിൽ ഒളിപ്പിക്കുന്നവൻ. ഇങ്ങനെയൊക്കെയുള്ള വിശേഷണതകൾ ദൈവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. അത്യുന്നതമായ ദൈവത്തിൻ്റെ അത്യന്ത ശക്തി ഒതുക്കി വച്ചിരിക്കുന്നത് വെറും മൺപാത്രങ്ങളിലാണ്. മൺപാത്രങ്ങൾക്ക് ബലമില്ല, ഉറപ്പില്ല. ഏത് സമയത്തും ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുമുണ്ട്. എങ്കിലും ഈ അത്യന്ത ശക്തി മൺപാത്രങ്ങളിൽ പകരുമ്പോൾ അവയ്ക്ക് പ്രത്യേകമായ ഒരു വിശേഷത ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, സകല വിധത്തിലും കഷ്ടമനുഭവിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. സകല സമ്മർദ്ദങ്ങളും മൺപാത്രത്തിന്മേലുണ്ട്. ഈ അത്യന്ത ശക്തി ഉള്ളിൽ നിറഞ്ഞിരുന്ന് ഈ സമ്മർദ്ദത്തെ ബാലൻസ് ചെയ്ത് ഉടയാതെ സൂക്ഷിക്കുന്നു. മറ്റൊന്ന്, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. അന്തം വിട്ടുപോകാവുന്ന സാഹചര്യങ്ങൾ മുൻപിലുണ്ട്, എങ്കിലും നിരാശപ്പെടാൻ സാധ്യമല്ല. പ്രത്യാശയുടെ ധൈര്യമാണ് നിരന്തരം ഈ അത്യന്ത ശക്തി പകരുന്നത്. ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. കൈവിടപ്പെട്ടുപോയി എന്ന ഒരു ചിന്തയോ തോന്നലോ ഒരിക്കലും ഉണ്ടാകുന്നില്ല. പകരം എപ്പോഴും ഹൃദയത്തിൽ മനസ്സിലാക്കാൻ വയ്യാത്ത ധൈര്യമാണ്. വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. ശത്രു തള്ളിയിട്ടുവെങ്കിലും ഇതുവരെയും നശിക്കാതെ നിൽക്കുന്നു. ഇതാണ്
നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അത്യന്ത ശക്തിയുടെ പ്രത്യേകത. ദൈവത്തെക്കുറിച്ച് മറ്റൊരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നു, കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ, പരിജ്ഞാനത്തിൽ വിശേഷതയുള്ളവൻ. അവിടുന്ന് ആലോചനയിൽ അതിശയവും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയും ഉള്ളവനാണ്. ജ്ഞാനം അനേകരിലുമുണ്ട്, സാത്താനും ജ്ഞാനസമ്പൂർണനായിരുന്നു എന്ന് നമ്മൾ കാണുന്നു. പക്ഷേ സർവജ്ഞാനിയായവൻ ദൈവം മാത്രമാണ്. യേശു കർത്താവിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ സകലവും ഗുപ്തമായിട്ടിരിക്കുന്നു. അവിടുന്ന് അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സകല മഹത്വവും നിറഞ്ഞവനുമാണ്. ഈ പരിജ്ഞാനത്തിൻ്റെ വിശേഷത അത് ജീവൻ നൽകുന്നതാണ് എന്നുള്ളതാണ്. ജ്ഞാനത്താൽ ജീവൻ പ്രാപിക്കുമ്പോൾ ആ ജീവൻ പരിജ്ഞാനമായി മാറുന്നു. ഈ പരിജ്ഞാനത്തിൻ്റെ വിശേഷത എന്താണ് എന്ന് 2 കൊരിന്ത്യർ 2:14 പറയുന്നു. എല്ലായ്പ്പോഴും നമ്മെ ജയോത്സവമായി നടത്തുന്നു, എല്ലായിടത്തും പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുന്നു. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും പരിജ്ഞാനത്തിൻ്റെ വാസന എപ്പോഴും വെളിപ്പെടുത്തുന്നു. പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനം വിവേകമാണ്. യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം പൗലോസ് തനിക്കുണ്ടായിരുന്നതൊക്കെയും ഛേദമെന്നെണ്ണി. ഈ പരിജ്ഞാനം അത്യത്ഭുതവും ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതവുമാണ്. അത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമാണ്. നിർമ്മലമായതും സമാധാനം നിറഞ്ഞതും ശാന്തതയുള്ളതും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമായ ജ്ഞാനമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ അവിടുത്തെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം എന്നതാണ്. ഈ പരിജ്ഞാനത്തെ കവിയുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. അതുകൊണ്ട് വിശേഷതയുള്ള ദൈവം, വിശേഷതയുള്ള അനുഭവങ്ങൾ, ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നു എന്നതാണ് ഒരു ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തിരിച്ചറിയുന്നത്. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മളായിരിക്കുമ്പോൾ സാധാരണ മൺപാത്രങ്ങളിൽ ദൈവം നൽകിയിരിക്കുന്ന ഈ വിശേഷതകളെ തിരിച്ചറിയാനും ഉപയോഗിക്കാനും നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ പരിജ്ഞാന പൂർത്തി നമുക്ക് നൽകി ഈ ലോകത്തിൽ വെളിച്ചങ്ങളായി ശോഭിപ്പാൻ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ഒരുപാട് സംശയത്തിൻ്റെയും നിരാശയുടെയും ഒക്കെ ഉത്തരം നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവം നൽകിയിട്ടുണ്ട്. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന താലന്തുകൾ, കഴിവുകൾ, പരിജ്ഞാനത്തിൻ്റെ നിറവ്, വിവേകം, ഇതെല്ലാം ഉപയോഗിപ്പാൻ ദൈവം നൽകട്ടെ, ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹം നിറഞ്ഞ മറ്റൊരു പ്രഭാതം കൂടെ ആയുസ്സിൽ കൂട്ടിച്ചേർത്ത ദൈവത്തിന് സ്തോത്രം. വിവേകത്തോടും വിശേഷണതയോടും പരിജ്ഞാനത്തോടും കൂടെ ജീവിപ്പാൻ ഇന്നത്തെ പകൽക്കാലം ഞങ്ങളെ സഹായിക്കണമേ. വിവേകപൂർവമായി ഞങ്ങളുടെ കാര്യങ്ങളെ കാണുന്നതിനും തീരുമാനിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളെയെല്ലാം അവിടുന്ന് അറിയുന്ന ദൈവമാകിയാൽ സ്തോത്രം. കർത്താവേ, ഇന്ന് ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ നിറവേറ്റുവാനുള്ള കൃപയും പരിജ്ഞാനവും നൽകണമേ. ഞങ്ങളുടെ യാത്രകളിൽ കൂടെ ഇരുന്ന് ആപത്തനർത്ഥങ്ങളിൽ വിടുവിച്ചുകൊള്ളണമേ. ഒരുപാട് പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും കൂടെ കടന്നു പോകുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പിന്നിട്ട ജീവിത വഴിത്താരകളിൽ ലഭിച്ച ദൈവകൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നതിനും പുതിയ ഉണർവോടും പ്രതീക്ഷയോടും പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിനും അവിടുന്ന് സഹായിക്കണമേ. യേശു മശിഹ മൂലം അടിയങ്ങളുടെ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ.
ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും പരിജ്ഞാനവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.